ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയാം, നമ്മൾ ഈ വലിയ കോളനിയിലേക്ക് നമ്മളെ മങ്കീസിനെ മാറ്റി ഇവിടെ ബേഡ്സിനെ തന്നെ ആക്കാൻ തീരുമാനിച്ചിട്ടാണ്. മങ്കീസിനൊക്കെ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് വേറെ തന്നെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി. ഇപ്പം നമ്മളിവിടെ നമ്മൾ ആ മുന്നേ ഉണ്ടായ പോലെ പിന്നെ സൺ കൊണൂർ അതേപോലെ സ്മോൾ കൊണൂറിൻ്റെ കൂടെ തന്നെ ആക്കിയാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇവർ തിരുവനന്തപുരത്ത് നിന്ന് വന്നാണ്, നമ്മൾ ഭയങ്കര സബ്സ്ക്രൈബർ വന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, കിളീനെ തുറന്നു വിടാനുള്ള ജോലി, എന്താ പേര് പറഞ്ഞാൽ അനായ അല്ലേ, ഷനായ അല്ലേ? ഓക്കെ, അപ്പോൾ ഷനായനെ കൊണ്ട് നമുക്ക് കോളനിയിലേക്ക് ബേഡ്സിനെ തുറന്നു പിടിപ്പിക്കാം. വാ രണ്ടാളും കൊണ്ടുവാ. ഇഞ്ചിയുടെ ഡോർ അടച്ചോ, അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ ക്വാളിറ്റി കയറ്റുന്നല്ലേ. തുറന്നു വിട്ടേ നോക്കട്ടെ. ഇതേതാ? ആ തുറക്ക്. ഇപ്പം നിന്നോ ഇവിടെ വയ്ക്കുക. വാ. ഓക്കെ, അപ്പം ചെയ്യ്, പൊക്കിക്കോ. ഓക്കെ ഇങ്ങനെ വെച്ചോ. ആ അതിന് ബാക്കിൽ എല്ലാവരും ഇറങ്ങട്ടെ, അപ്പുറം നിന്നു. ഓക്കെ, ഇതാ ആരാ ഫസ്റ്റ് വരാൻ നോക്കിയേ. ഇറങ്ങുന്നില്ലല്ലോ. ഇതര ക്യാമറ താഴെ കൊണ്ടുവന്നു. അതാ ഒരാൾ ഇറങ്ങിയ, ഫസ്റ്റ് ആൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കയ്യിൽ വരൂല മോളെ, കുറച്ച് ദിവസം കഴിഞ്ഞാലേ കയ്യിൽ വരുള്ളൂ. അത് ഈ കൂട്ടിലേക്ക് സെറ്റ് ആയി കഴിഞ്ഞാലേ കയ്യിൽ വരുള്ളൂ. നില വന്നിരുന്നാ ഇവരെല്ലാം ഇറക്ക്, എല്ലാവരും ഇറക്ക്. എന്താ അല്ല, ഇപ്പുറത്തെ വയ്ക്കോ, ഇങ്ങനെ ആയിട്ട് മതി. അതന്നെ, അതേപോലെ ആക്കിയോ. ഓക്കെ മോള് സ്കൂളിൽ പോകാൻ തുടങ്ങിയാ? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? KG 1 EP 1 അല്ലേ? ഓക്കെ PB 2A. ഓക്കെ, അപ്പോൾ നമ്മളെ കിളികളെല്ലാം ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ 3 ആൾ ബാക്കിയുണ്ട്. ഇവർക്ക് എന്താ പോകാൻ താല്പര്യമില്ലേ? അപ്പോൾ നമുക്ക് എടുത്ത് പുറത്തിറക്കാം. ഓക്കെ, ഫിനിഷ്. അതിനടുത്ത് നമ്മൾക്ക് വലിയ ബേർഡിനെയും കൂടി തുറന്നു വിടാം. ഏത്? സൺ കൊണൂർ. ഓക്കെ, ബാക്കിൽ എന്നാലേ എല്ലാം ഇങ്ങോട്ട് വരുള്ളൂ. എൻ്റെ മേലേക്ക് അപ്പിയിട്ടാ. അയ്യോ ആയിട്ടില്ല. ആ ഓക്കെ പുറത്തേക്കോ. തട്ടണ്ട. ഓക്കെ ഇപ്രാവശ്യം നമ്മൾ സ്മോൾ കോണൂറിനെയും സൺ കോണൂറിനെയും ഒരുമിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറേ ആൾക്കാർ അപ്പിയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഈ സണ്ണിൻ്റെ ശബ്ദം ഒരു ഒന്നൊന്നര ശബ്ദമാണ് കേട്ടോ. ഇവർ ഈ പിന്നെ ലൈൻ അങ്ങനെ പിടിച്ചിട്ടുണ്ട് ഈ മരത്തിൽ. അതുപോലെ ബ്രീഡിങ്ങിനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഈ ശബ്ദം കൊണ്ട് കേൾക്കുമെന്നറിയില്ല. എല്ലാത്തിനും ബ്രീഡ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും നമ്മൾ തുറന്നു കൊടുക്കണമെന്നില്ല, അവർ തുറന്നിറങ്ങിക്കോട്ടെ. ഞാനിന്ന് എന്താ പറയുക, അപ്പിയിടുക. പുറത്തേക്ക് ഇറങ്ങിക്കോ. എല്ലാവരും പുറത്തിറങ്ങട്ടെ. ഓക്കെ, എല്ലാവരും തുറന്നു വിട്ടേ. സെറ്റായി. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയണം മൊത്തത്തിലൊന്നും എല്ലാവരും ലെവലായി വരണമെങ്കിൽ. നല്ല രസമുണ്ടല്ലേ, 2 കളർ മിക്സ് ആയിട്ട്. നമ്മൾ സാധാരണ ഒന്നിൻ്റെ മാത്രമല്ലേ കോളനി ചെയ്യല്ലോ. സണ്ണാണെങ്കിൽ സണ്ണ് മാത്രം, സ്മോൾ കോണൂസിൻ്റെ അങ്ങനെ മാത്രമല്ലേ ചെയ്യല്ലോ. 2ഉം കൂടി മിക്സ് എങ്ങനെ ഉണ്ട് നോക്കാം, എക്സ്പീരിയൻസ്. ഓക്കെ അടിപൊളി. ഇനിയിപ്പുറം കാണിക്കാമല്ലോ മിസ്റ്ററെ, നമുക്ക് നമ്മൾ ടാർസൻ്റെ കൂട്ടി കയറാമല്ലോ. ടാർസൻ ബോയ്, ബാ കയറിയ ട്രീറ്റ് കൊടുക്കാം.
വാ ടാർസൻ, നിലത്ത് കിടന്ന് അവൻ്റെ ഒരു കളിയാണത്. വാ വാടാ. പിന്നെ ഈ പ്ലാസ്റ്റിക് പിന്നെ ഇതിൻ്റെ എപ്പോഴും ഇതിൻ്റെ വീഡിയോ ഇട്ട് അന്നൊക്കെ കമൻറ്റ് വരാറുണ്ട്. ഞാൻ ഇപ്പോൾ പറയണോന്ന് വിചാരിക്കാൻ മറന്നു പോട്ടാ. ഈ ജെല്ലി ഇതിന് കൊടുക്കാൻ പാടില്ല, ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് വരും, അങ്ങനെ ഇങ്ങനെയെന്ന് കുട്ടികൾക്ക് വരെ വാങ്ങിക്കൊടുക്കുക, 5 രൂപേൻ്റെ ജെല്ലി അല്ലേ അത് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വരാറുണ്ട്. ആക്ച്വലി ഇത് അതല്ല കേട്ടോ, ഇത് മങ്കിക്ക് മാത്രം വരുന്ന ട്രീറ്റാണ്. അതുപോലെ 5 രൂപക്കൊന്നും കിട്ടൂല കേട്ടോ, അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഇവിടുന്ന് വാങ്ങിക്കുന്നതല്ല. ഓക്കെ. ഈ ഫീമെയിൽ, പഴയ ഫീമെയിലിന് ഓർമ്മ ഉണ്ടോ? ഫീമെയിൽ ഇങ്ങനെ കയ്യിലൊന്നും വരാത്തതായിരുന്നേ. ഇപ്പോൾ പിന്നെ നമ്മളിങ്ങനെ കയറ്റി കയ്യിലെല്ലാം വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഫീഡെല്ലാം എടുക്കാൻ തുടങ്ങി. ടാർസൻ പോയി, നീ പാടാ, നീ എന്ത് എടുക്കുന്നു? വാ കടിക്കല. ടാർസൻ വന്നോ പിന്നെ മറ്റോള് പോയി. രണ്ടാളും വന്നോ? എന്താ പ്രശ്നം? പാട മക്കളെ, കേറ് വാ. എടാ വീട്ടിടാ. കേറുന്ന കേറുടാ. അത് ഫീമെയിൽ നല്ല സൈസായിരുന്നല്ലേ ടാർസനേക്കാളും അല്ലേ? വാ. ഇവര് ഈ കൂട്ടിൽ സെറ്റാണേ. നമ്മുടെ മാർമോ സെറ്റിനെ നമ്മൾ മൊത്തത്തിൽ മാറ്റി. നല്ല തീരെ ഇപ്പോൾ കൂട്ടിൽ കയറ്റാൻ പറ്റുന്നില്ല, ആൾക്കാർ നല്ല കടിയടിക്കുന്നു. അപ്പോൾ പിന്നെ മാർമോ സെറ്റ് മുന്നിലേക്ക് തന്നെ മാറ്റി. നമ്മുടെ പിന്നെ ടാർസനെയും വാ കേറുമുത്തേ. ഓക്കെ മതി. രണ്ടാൾ കഴിച്ചില്ലേ? മതി, അത്യാവശ്യമായി. നല്ല ക്യൂട്ടാന്നല്ലേ? കടിക്കല്ലടാ, എന്താ അടയ്ക്കുന്ന മൗഗ്ലിൻ്റെ സുഖം ഓടിയാ? പടച്ചോനെ, കടിക്കല്ലടാ. ഇതൊക്കെ എന്ത് കടി? അയ്യോ, ഇതല്ലേ കൊര. തരമൊന്നുമില്ല, പ്ലാസ്റ്റിക് അടിക്കാനാ? അടിയാന്ന് അടി. നമ്മളെ കയ്യിൽ വളർന്നാന്ന് ഇപ്പം അഹങ്കാരം കണ്ട. പോയിക്കോ. ഓക്കേ. അത് മെയിലൊരു അഗ്രഷൻ കാണിക്കുന്നു. ഇനി പ്രഗ്നൻ്റ് ആയിപ്പോയാ? മേറ്റിയൊന്നും കണ്ടില്ല, പ്രായമായി വരുന്നില്ല, ഏകദേശം ആയില്ലേ സംഭവം? ഓക്കേ. ഒരു നല്ല സെറ്റായിട്ടോ. രാത്രിയാകുമ്പോൾ മറ്റേ ഇതിൻ്റെ അകത്ത് പൊത്തിൻ്റെ അകത്ത് പോയി കൂടും. പിന്നെ ഇവർ എലിൻ്റെ പ്രശ്നം ഇവർക്കില്ല കേട്ടോ. മൗഗ്ലി ഇപ്പുറത്തെ കൂട്ടിൽ വെറും എലിൻ്റെ പ്രശ്നമുണ്ട്, നമ്മുടെ ടാർസൻ്റെ കൂട്ടിൽ. അപ്പോൾ അത് അല്ല, മൗഗ്ലിൻ്റെ കൂട്ടിൽ എൻ്റെ നമ്മൾ കംപ്ലീറ്റ് മേലിൽ ചെറിയ മെഷൊക്കെ ചെയ്ത്, എന്നാലും സൈഡിൽ വലിയ മെഷ് തന്നെയാണ്. അതിനിപ്പോൾ നമ്മൾ ഭാവിയിൽ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം. ഓക്കെ, നല്ല സെറ്റല്ലേ? അതേപോലെ ഈ ഗുഹ കാണിച്ചിട്ട് കുറേ കാലമില്ലേ, വെറുതെ ഒന്നും കൊണ്ട് വന്ന്. അതേപോലെ നമ്മുടെ ഇതിലുള്ളൊരു ടെറൻഡുലൻ എന്താ കയ്യിലെടുക്കുന്നതില്ലതാ. നല്ല അഗ്രസീവാണ്. ഇതെന്താ വരുന്നുണ്ടാ? അറ്റാക്ക് ചെയ്യാൻ വരുന്ന നോക്കിയാ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ടേ. ഇത് നമ്മൾ തീരെ കയ്യിലെടുക്കാത്തതുകൊണ്ട് നല്ല അഗ്രസീവാണ്. അതിൽ പിന്നെ എടുത്തെടുത്തെടുത്ത് സെറ്റാക്കി വരണം. അതുപോലെ നമ്മൾ ആ കൂടും കാര്യങ്ങളെല്ലാം ആ രീതിയിലാണ് സെറ്റ് ചെയ്തത് കേട്ടാ. ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കല്ലോ എന്തോ എനിക്കോ. ഇങ്ങനെ നടന്നു പോകുമ്പോൾ അങ്ങനെ തന്നെ പോക്കാണ്. ഡേക്കൊക്കെ ഒന്ന് ബോർഡ് മാറ്റിയിട്ടില്ല കേട്ടാ. ഇതാ വരുന്ന നോക്കിയാ. ഏതാ അഗ്രഷൻ കണ്ടാ? പോടാ. അത് കടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈ മുറിയോട്ടാ. എനിക്ക് ഞാൻ കിട്ടീനി, നല്ല ഓട്ടയായിനി, 2 ഹോള്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒരു ബ്രീഡിങ് പെയറാണ് ഗ്ലൈഡേഴ്സ്. ഒരു ലൂസിയും ഉണ്ട്, ഒരു നോർമലും. ഇനി നമ്മുടെ ബിയർ ഡ്രാഗണെ വെയിലുണ്ടാകും കൊണ്ടുപോയിട്ടുണ്ടോ. അതിന് പകരം സാവന്ന മോണിറ്ററിന് ഇട്ടിട്ടുണ്ട്. സാവന്ന മോണിറ്റർ നമ്മൾ ചെറുതാണ്, ഇപ്പം അത്യാവശ്യം ഗ്രോ ആയിട്ടുണ്ട് കേട്ടോ.
വേണ്ട ആ ചെറിയ അന്ന് കാണിച്ചിട്ടില്ലേ, വലുതിന് ചെറുതിന് നമ്മൾ ഒരുമിച്ച് കാണിച്ചിട്ടില്ലേ, അതിൻ്റെ അകത്തിലെ ചെറുതാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് കേട്ടോ. കണ്ടാ പറ്റില്ല, നല്ല സൈസായില്ലേ? ചീറ്റുന്നുണ്ടാ കേൾക്കുന്നുണ്ടാ? ഇവർ രണ്ടാളെയും മാറ്റി മാറ്റി ഇടലാണ് കേട്ടോ. വെയിൽ കൊണ്ടുന്ന സമയത്ത് പിന്നെ ബിയർ ഡ്രാഗൺ അപ്പുറം കൊണ്ട് പോയിട്ട് 7 ഇപ്പോൾ ഇടും. അതുപോലെ നമ്മുടെ പിന്നെ റാറ്റ്, പിന്നെ നമ്മുടെ ഒരു കോളനി ഇതാ, കുറേ ഗ്ലൈഡേഴ്സിൻ്റെ ഒരു കോളനി ഇതാ, കുറേ ആൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടാ. ഇന്നെടുക്കാല ഇതിനത് കടിയന്മാരും അല്ലാത്തവരും എല്ലാം ഉണ്ട് കേട്ടോ. എന്താ രസമല്ലേ? ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ എണ്ണമായി. എവിടെ ചാടാൻ പോന്നേ? ഗ്ലൈഡേഴ്സിനൊക്കെ കാണിച്ചിട്ട് കുറേ നാളായി അല്ലേ? ഇതിൻ്റെ പിന്നെ കയ്യിലെടുത്ത് അപ്പിടും. അതേപോലെ ഗ്ലൈഡറിന് എല്ലാവർക്കും പിന്നെ സെറ്റാവണമെന്നില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ സെറ്റാവണമെന്നില്ല എന്നല്ല, ഈ ഗ്ലൈഡറിനെടുത്ത് ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ കൈ ചൊറിച്ചിലുണ്ടാവും. എനിക്ക് ഗ്ലൈഡറിനെടുത്ത് കഴിഞ്ഞാൽ കൈ ചൊറിച്ചിലുണ്ടാവാറുണ്ട്. അപ്പോൾ തന്നെ സോപ്പിട്ട് കഴിയാൽ മതി, പക്ഷെ അത് ഉണ്ടാവാറുണ്ട്. അതൊരു സത്യമാണ്. അടിക്കട എവിടെ? ഓക്കെ, കൂട്ടി പോയിക്കോ. ഓക്കെ, നല്ല ക്യൂട്ടാണ്. എന്ത് രസം നോക്കിയാൽ. ഓക്കെ, നൊക്ടോണൽ ആനിമൽസിനെ ഈ ഗുഹാക്കിയിട്ട് സെറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെഡ് ജോക്ക്, അടിക്കുന്നുണ്ടാ? ആദ്യം തന്നെ കൈ കൊണ്ട് പോയി കഴിഞ്ഞാൽ കൈക്ക് നല്ല കുത്ത് കിട്ടും. അപ്പോൾ പിന്നെ ഇങ്ങനെ നോക്കി എടുത്താൽ മതി. കുത്ത് കിട്ടുന്നില്ല എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ എടുക്കാം. ഇല്ല, എല്ലാത്തിനൊരു നേക്കാണ്. വെറുതെ കണ്ടിട്ട് തന്നെ കുറേ കാലയല്ലേ. എൻ്റെ മുഖം നല്ല രസമാണ് കാണാൻ. ഓക്കെ, പിന്നെ വെയിലും സൂര്യപ്രകാശമൊന്നും വേണ്ട, അങ്ങനെ പോയിക്കോളും. ഇതുണ്ടാവും മറ്റേ കളറ്, ഇത് നല്ല രസമാണ് കാണാൻ. അടിപൊളിയല്ല, അത് കുട്ടിയാന്നേ. ബാ, ഇനി അടുത്ത അര കാണിക്കാം. നമ്മൾ പിന്നെ എടുത്തിരുന്നത് കോഴിക്കോടുന്നാ? താങ്ക് യു. വീഡിയോസ് കാണാറുണ്ടോ? നമ്മൾ യൂട്യൂബ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ശനിയാഴ്ചത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, മൊത്തം കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണേ. ഇതിനെ കണ്ട നമ്മൾ അന്ന് കാണിച്ച ചെറിയ സാധനമാണ്. ഒന്ന് നോക്കിയേ, വളർന്ന് വലുതായേ. നല്ല പച്ചക്കറിയൊക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ടോ? അന്ന് കണ്ടിട്ട് ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇവന് പിന്നെ കുറേ ആൾക്കാർക്ക് പേടിയുണ്ടാവും, തുറന്നു പോയി ഇതിവിടെ പെറ്റ് പെരുകി. ഒരു പ്രശ്നമില്ല കേട്ടോ, നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് ഇവരെ വെക്കുന്നത്. ഒന്നും പുറത്ത് പോകാനുള്ളൊരു സാധ്യതയൊന്നുമില്ല കേട്ടോ, ആരും പേടിക്കണ്ട. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് പലതിനെയും വളർത്താൻ കഴിയില്ല. അപ്പോൾ നമ്മളതിനെ നോക്കി ഇതിൻ്റെ അകത്ത് തന്നെ വളർത്തി നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വലുതാക്കി അങ്ങനെ പോകുന്നുണ്ടോ. ഒട്ടിപ്പിടിച്ച് ഓക്കെ. പടവള്ളി അതാ വന്നിട്ടാ തലതോ നോക്കുന്നുണ്ടാ. അന്ന് ഓർമ്മയില്ല, അത്രയും ചെറുതുണ്ടായതേ. 4 ആളും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവർ പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അകത്ത് പോകും. ഇതന്നാ 3 എണ്ണം ഉണ്ട്, 1 വെള്ളത്തിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളിലും ആക്കിയിട്ടുണ്ട്. എന്ത് പച്ച വെച്ചോടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇലയിലും വെച്ചോടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫിനിഷാക്കും. ഇപ്പോൾ ക്യാരറ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ അന്നിട്ട് മീനെല്ലാം നല്ല സെറ്റായിട്ട് തന്നെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് 2-3 കോഴി ഫിഷ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ മീനും സെറ്റായിട്ടുണ്ട്. ഇതേണ്ട നമ്മളെ ടെന്നീസ്
ടെന്നീസ് ബോൾ ടീം വാ. ഐ വാ വാ വാ. കൈ പിടിച്ചോണ്ട് കടിക്കാണ്ടിരാ കളിപ്പിച്ചേനി. ആ കുരങ്ങിന്റെ സാധാരണ കളിയില്ലേ അത് ഇവർക്ക് നല്ലോണം കിട്ടാ. നമ്മൾ കയ്യിലൊന്നും വെക്കാണ്ട് ഇങ്ങനെ പറ്റിച്ചു കഴിഞ്ഞാല് അപ്പൊ തന്നെ പിടിച്ചോണ്ട് ഇവർ കടിക്കുന്നു. ഇടിയാണ് ഇടി. നമ്മളെ മക്കാവനെ വിളിക്കാല. ബാ മുത്തേ ബാ 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 വാടാ. ആ ആ ആ അല്ല പിന്നെ എന്തേ. ഹലോ 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 ബേബി. പോയിക്കോ. മുട്ടിട്ടൂടെ? പോയിക്കോ. കൊടു കൊടു. ആ ബാ ബാ. അല്ല അതിൻ്റെ അത് കാലിൽ കുടുങ്ങിയേ അല്ലല്ല അത്. ഓ കൂടുണ്ടാക്കേണ്ട പരിപാടിയാന്ന് തോന്നുന്നു. ബാ 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 ബാ. വെറുതെ സമയം കളയല്ലേ. ഇവിടെ നല്ല മുത്ത്. ഓക്കെ ബാ. അതുപോലെ നമ്മുടെ പ്രേരി ഡോഗിനെ ഒന്ന് കാണിക്കണമെന്ന് ഞാൻ വിചാരിക്കണമെന്ന് അറിയോ. ഇവരുടെ പിന്നെ സ്കിന്ന് ഇതായതല്ല കേട്ടാ. അവർ അങ്ങനെ ഒരു എന്താ പറയുക, ഇവരിങ്ങനെ സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ കളയുന്ന ഒരു സ്വഭാവമുണ്ട്. അതാണ് ഇങ്ങനെ എന്താ പറയുക, പൂവാനായ രോമൽ ഇങ്ങനെ കൈ കൊണ്ട് അരച്ചരച്ചരച്ചരച്ച് കളയും. ഓക്കെ, അല്ലാണ്ട് അത് പ്രശ്നമൊന്നുമല്ല കേട്ടോ. ഒന്നും ഫംഗസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, ഇത് പിന്നെ വെള്ളമായതാണേ, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പാടാ കാണിക്കട്ടാ. അല്ല കുട്ടപ്പനായിട്ടുണ്ടാ കുട്ടപ്പൻ. ഏതാ രസം നോക്കിയ. ഇത് സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ്. പ്രേരി ഡോഗ് എവിടെ പോന്ന് എവിടെ പോന്ന് എവിടെ പോന്ന് എവിടെ പോന്ന് എവിടെ പോന്നടാ എവിടെ പോന്നടാ. ഇതെന്താ ഇതെന്താ നല്ല രസമാണ്. ഇത് കിടന്നുറങ്ങുന്നതാണ്. ആ അവിടെ മതി 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 ഇറങ്ങിപ്പോല്ല. അവിടെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ആൾക്കാരുണ്ട്. ഇപ്പം നിന്നാൽ ശരിയാവില്ല. അല്ലെങ്കിൽ രാവിലെ നമ്മൾ പുറത്ത് വിടലുണ്ട്. അതിൻ്റെ ഒരു ആവേശമാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ കയറൊന്നുമില്ല. ഇങ്ങനെ തിന്നിട്ട് നോക്കുന്നൊക്കെയാ. അതിൻ്റെ മേലെല്ലാം കയറി കളിക്കട്ടാ. ഭയങ്കര രസമാണ്. വാലേക്കും അസ്സലാം. എറണാകുളത്ത് നിന്ന് വരുന്നേ? വീഡിയോ കാണാറുണ്ടാ? ആഹാ, നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടാ. നിങ്ങളെ ശനിയാഴ്ച കാണാം വീഡിയോയിൽ. അടുത്ത ശനിയാഴ്ച. എന്താ പേര്? ആബിദ. ആഹാ. ആ കണ്ട് നേരത്തെ 2-3 ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. 2 പേര് മാത്രം വന്ന്. ആ ഓക്കെ. ആ ഇങ്ങനെ ഓക്കെ. ഇഷ്ടായിനാ കണ്ടിട്ട്? എന്നാ പിന്നെ ഇതാരാന്ന് നോക്കിട്ടെ. പക്ഷെ എന്നാലും ഇതാണ് 20 മണിക്കൂർ ഉറങ്ങുന്ന ആൾക്കാർ. ഉറങ്ങുന്ന നോക്കി എന്താ ഉറക്ക്. ഒന്ന് എണിപ്പിക്കട്ടെ. ആ വാ 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 വാ. ഒന്ന് തൊട്ടേക്കോ. തന്നെ അതല്ല നല്ല കാര്യം. എന്തായാലും ഇത്രയും ദൂരം വന്ന് കണ്ടതിൽ ഭയങ്കര സന്തോഷം. മീനൊക്കെ ഫീഡ് ചെയ്താ? ഞാൻ മീനിന്റെ ഫീഡ് തരാം, എക്സ്ട്രാ തരാം. കൊടുത്താ? ഓക്കെ. ആ ആയിക്കോട്ടെ. നിങ്ങളെ കൊണ്ടാക്കാൻ വേണമെങ്കിൽ നമ്മുടെ പിള്ളേരുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കാനുള്ള സംവിധാനം ചെയ്യാം കേട്ടാ. ഇല്ല പ്രശ്നമില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ നല്ലൊരു ബോട്ട് യാത്ര ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോകാൻ നല്ല രസമാണ്. ഇവിടുന്ന് കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ പോയാലും നമ്മൾ അവിടെ കൊണ്ടാക്കാം. അവിടുന്ന് ജസ്റ്റ് ബോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ കിലോമീറ്റർ, ഒരു 20 മിനിറ്റ് തൊട്ടേ കണ്ണൂരൊക്കെ ഉള്ളൂ. അങ്ങനെ വളരെ ഈസി ആയിട്ട് പോവാം. ഇതെല്ലാവരോടും കൂടി പറയുന്ന കേട്ടോ. പെർ സ്റ്റേഷനിലേക്ക് വരുന്നവർ നിങ്ങൾക്ക് നല്ലൊരു അഡ്വഞ്ചർ ബോട്ടിങ്ങും കൂടി ആവും കേട്ടോ. കണ്ണൂർ പിന്നെ റെയിൽവേ സ്റ്റേഷൻ എന്താ പറയുക, ട്രെയിനിൽ വരുവാണെങ്കിൽ കണ്ണൂർ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ തന്നെ അഴീക്കൽ ഫെറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ് ഉണ്ടാവും. അവിടുന്ന് ബസ് കയറി പിന്നെ ബോട്ടിലെ സ്ഥലത്തേക്ക് അഴീക്കൽ ഫെറിയിൽ ബോട്ട് ഉണ്ടാവും. ബോട്ട് കടന്നു കഴിഞ്ഞാൽ ഇപ്പുറം മാട്ടൂലെത്തി. മാട്ടൂരിൽ നിന്ന് ആകെ 4 കിലോമീറ്റർ ഇവിടത്തേക്കുള്ളൂ. അപ്പോൾ അതൊരു നല്ല ബോട്ട് യാത്രയാണ്. അഴിയിൽ നല്ല എന്താ പറയുക രസമല്ലേ ബോട്ട് യാത്ര. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ പെറ്റ് സ്റ്റേഷനിൽ നിങ്ങൾ റെയിൽവേ വഴി വരുന്നുണ്ടെങ്കിൽ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോ. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ജസ്റ്റ് അല്ല, നിങ്ങൾ അതുവഴി പോകാൻ കുഴപ്പമില്ല, നമ്മൾ പോകുന്ന രീതിയാക്കാം കേട്ടോ. അതുകൊണ്ട് നമ്മളെ ആബിദ വന്നുകൊണ്ട് അങ്ങനെ ഒരു ആബിദല്ലേ വേറെ
ആദ്യത്തെ വന്നുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയല്ലേ? ഓക്കെ, എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ടോ? കണ്ടുപിടിച്ചല്ലേ? ഗൂഗിൾ ചെയ്തിട്ടല്ലേ? ഓക്കെ 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 ചെയ്താന്നല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങളെ കൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ ഓക്കെ, കറങ്ങി അല്ലേ? ഇസ്രായേലൊക്കെ പോയിട്ടുണ്ടല്ലേ? ഓക്കെ, എന്തായാലും പരിചയപ്പെട്ട ഈ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതിൻ്റെ തന്നെ അവസാനിപ്പിക്കാം. അന്ന് എല്ലാവരോടും ബൈ പറഞ്ഞേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ ഓക്കെ, നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ കൊണ്ടാക്കാം. ഇവിടെ മുന്നിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവരുണ്ടാവും, ആരെങ്കിലും ഉണ്ടാവും, നമ്മുടെ സ്റ്റാഫാണ്. ഞാൻ അവിടെ പറഞ്ഞ് ഏൽപ്പിച്ച് വെക്കാം, എന്നിട്ട് ഞാൻ തന്നെ കൊണ്ടാക്കാം, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ശരി.